അപ്പോൾ ഇന്ന് നമുക്കൊരു അച്ചാർ വീഡിയോ ആയാലോ. കുറച്ച് ദിവസമായിട്ടേ കുറച്ച് നാരങ്ങ മാങ്ങയൊക്കെ സന്ദീപേട്ടൻ മേടിച്ച് വെച്ചിട്ട് അച്ചാർ റെഡി എന്ന് പറയുന്നുണ്ട്. കാരണം അവൻ ഈ സ്വീറ്റായിട്ടുള്ള അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ കടകളിൽ നിന്ന് മേടിക്കണക്കാരും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറാണ് ഇഷ്ടം. പ്രത്യേകിച്ച് എൻ്റെ അച്ഛൻ്റെ അമ്മ ഇടുന്ന അച്ചാർ അവന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല മധുരമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്ത് ഈ അച്ചാർ ഉണ്ടാക്കാൻ ഇത്ര പ്രത്യേകത എന്തായാലും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അച്ചാർ ഉണ്ടാക്കാൻ. എനിക്കറിയാം എല്ലാവർക്കും അച്ചാർ ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ എങ്കിലും ഞങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള അച്ചാർ ഇങ്ങനെയാണ്. വേറെ ഒന്നല്ല, പ്രത്യേകിച്ച് ഞങ്ങൾ പുതുമയായിട്ട് ചില ആൾക്കാർ ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ എനിക്കിത്തിരി പുതുമയായിട്ട് തോന്നിയിട്ടുള്ളത്, ഞങ്ങൾ കടുകും ഉലുവയും നമ്മൾ അച്ചാറിടുന്നതിന് മുമ്പായിട്ട് ഒന്ന് ചൂടാക്കി പൊടിച്ചിട്ട് ആ പൊടി ഈ അച്ചാറിനകത്ത് ചേർക്കാറുണ്ട്. അതാണ് ഞങ്ങൾ പ്രത്യേകതയായി കുറച്ച് എന്താ പറയുക എനിക്ക് തോന്നിയിട്ടുള്ളത്. ചില സ്ഥലത്ത് ഇങ്ങനെ ചെയ്യാറുണ്ടായിരിക്കും, ചിലർ വേറെ രീതിയിലായിരിക്കും. എങ്കിലും ഇങ്ങനെയാണ് ഞങ്ങൾ അച്ചാറിടുന്നത്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരുന്നുണ്ടല്ലോ, ഇതാണ് ഞങ്ങൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്ന ഒരു പൊടി എന്ന് പറഞ്ഞാൽ. പിന്നെ നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും വലിയ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, സെയിം പ്രൊസീജിയറൊക്കെ തന്നെ. പിന്നെ നാരങ്ങ ഒന്ന് ചെറുതായിട്ട് നേരത്തെ വേവിച്ച് വെക്കണം. പക്ഷെ അച്ചാറിട്ട് കഴിഞ്ഞപ്പോൾ ഇത്രയും പാത്രങ്ങളായി. അപ്പോൾ ഇനി കഴിയിട്ട് വരാം. ബൈ.